ഇപ്പോൾ നടി ഷിബില നമ്മോടൊപ്പം ചേരുന്നു. ശ്രീമതി ഷിബില, ഇപ്പോൾ അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടിരിക്കുന്നു. ഒരുപാട് സമ്മർദ്ദങ്ങൾ അവർ സഹിച്ച ശേഷമാണ് അതിലേക്ക് ഒരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. എങ്ങനെയാണ് ഈ തീരുമാനത്തെ താങ്കൾ കാണുന്നത്? എനിക്കും തോന്നുന്നുണ്ട് സമ്മർദ്ദങ്ങൾ കാരണമാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വന്നതെന്ന്. പക്ഷേ ഞാനിതിനെ പ്രത്യാശയോട് കൂടി തന്നെയാണ് കാണുന്നത്. ഒരു പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അമ്മയുടെ തലപ്പത്ത് വരും. ബിക്കോസ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ അതിലുള്ള എല്ലാവരെയും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംഘടനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആളില്ലാതെ ഒരു നേതൃത്വം ഇല്ലാതെ പോകാൻ എന്തായാലും വഴിയില്ല. അവര് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇത് ചെയ്യാം എന്നിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ നേതൃത്വ സ്ഥാനത്തേക്ക് വരുമായിരിക്കും. ഇതൊരു പ്രഷറിന്റെ പേരിൽ തന്നെയാണ് എന്നാണ് നമുക്ക് ഞാൻ അമ്മയിൽ അംഗമല്ല, അതുകൊണ്ട് എനിക്കും തോന്നുന്നത് ഒരു ട്രമൻറ്റസ് ആയിട്ടുള്ള ഒരു പ്രഷറിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഒരു പക്ഷേ സ്ത്രീകളും അതുപോലെ കുറച്ച് യങ് ബ്ലഡും ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കുറച്ചും കൂടെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരു നേതൃത്വം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ശ്രീമതി ഷിബില, ഈ പുതിയ കമ്മിറ്റി വന്നാലും ഈ താരസംഘടനയിൽ ഇതിൽ അമ്മയിൽ ഉൾപ്പെട്ടവർ തന്നെയാണോ അതിലേക്ക് വരിക? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആരോപണ വിധേയരായവരെല്ലാം പുറത്താകേണ്ട ഒരു സാഹചര്യം വരുമോ? അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇപ്പോഴത്തെ നിലവിലുള്ള കമ്മിറ്റിക്ക് കഴിയാതെ പോയത് എന്താണ് എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. ഇവർക്ക് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അതുകൊണ്ട് തന്നെ പരാജയമാണെന്ന് നമ്മൾ വിലയിരുത്തട്ടെ സ്വാഭാവികമായും. അല്ലെങ്കിൽ അവർ ആരോപണ വിധേയരെ പുറത്താക്കി മറ്റു നടപടി സ്വീകരിച്ച് കർശന നിലപാടെടുത്ത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും സംഘടനയും നല്ല വഴിക്ക് നടത്തണമായിരുന്നു. അതല്ലേ വേണ്ടത്? ഒരു സംഘടന എന്നുള്ള നിലക്ക് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ആരോപണങ്ങളെ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാർ ഡെഫിനറ്റ് ആയിട്ടും ഒരു പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിൽ ആ പൊസിഷനിൽ നിന്ന് മാറി നിന്ന് എന്താണോ നമുക്കെതിരെ വന്ന ആരോപണം അല്ലെങ്കിൽ എന്താണോ ആ കംപ്ലൈന്റ് അതിനെ നേരിടുകയും വേണം. പക്ഷേ ഇതൊരു തരത്തിലൊരു ചളിവാരി എറിയൽ കൂടി ആയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അപ്പൊ പല സമയത്തും നമ്മൾ മീഡിയക്ക് മുന്നിൽ വരുന്ന കംപ്ലൈന്റ്സ് ആണെങ്കിലും അത് ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യം കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ആരോപണ വിധേയരായവരുടെ കൂടെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അതേസമയത്ത് പരാതിയുമായി വന്ന ആൾക്കാരും കുറച്ചൊരു ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമാണ്. അതുപോലെ നിയമവ്യവസ്ഥിതി അതിന്റെ രീതിക്ക് തന്നെയാണ് പോകേണ്ടത്. അതിൽ യാതൊരു സംശയവുമില്ല. കംപ്ലൈന്റ് വരുമ്പോൾ സീരിയസ് ആയിട്ട് കാണണം, അത് അന്വേഷിക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ നമുക്ക് കുറച്ച് ധൃതി കാണിച്ചോ കല്ലെറിഞ്ഞോ എന്നുള്ളൊരു സംശയവും എനിക്കുണ്ട്. അമ്മയുടെ നേതൃത്വം ഒരു പരാജയമാണ് എന്നുള്ളൊരു വിലയിരുത്തലിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേ സമയത്ത് അവർക്ക് കാര്യങ്ങളെ ഒരു പക്ഷേ ഒരു കൃത്യമായി നേരിടാൻ കഴിഞ്ഞില്ല എന്ന് ഒരു പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പോൾ പരാതിയുമായി എത്തിയവരുടെ ക്രെഡിബിലിറ്റിയെ കുറിച്ച് താങ്കൾക്ക് സംശയമുണ്ടോ? ക്രെഡിബിലിറ്റിയെ കുറിച്ചുള്ള സംശയം എന്നുള്ളതിനെക്കാട്ടിലും ചിലതൊക്കെ മിയർലി ഒരാളെ അധിക്ഷേപിക്കാനുള്ള ശ്രമങ്ങളാണോ എന്ന് കേട്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും. അതായത് ഇവർ പറയുന്നതിൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടല്ലോ. ഇവർ പറയുന്നത് നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ പറയുന്ന കുറ്റങ്ങൾ അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ അതിന്റെ മുന്നേ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ അധിക്ഷേപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാധ്യമങ്ങൾ ഇതിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത്രമാത്രം ശക്തമായി പറയുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് അവർ ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ, പരാതിയുമായി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിന് ഒരു ബലം ഇല്ലാതെ പോയേനെ. എന്താണ് ഇവർക്ക് ബലം നൽകുന്നത്? അവരുടെ വാക്കുകൾക്ക്, ആക്ഷേപങ്ങൾക്ക് ബലം നൽകുന്നത് ഈ ഹേമ കമ്മിറ്റി പുറത്ത് വന്നതാണ്. അത് തന്നെ 4 വർഷങ്ങൾ കഴിഞ്ഞ് പുറത്തു വന്നു. ആ ശക്തിയിലാണ്, ആ ഊർജമെടുത്താണ് ഈ സ്ത്രീകളൊക്കെ ഇപ്പോൾ പരാതിയുമായി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിനുള്ള ഒരു ഊർജവും ഒരു ധൈര്യവും സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ മുമ്പ് നടന്നതാണ്, ഇപ്പൊ അങ്ങനെ ഇല്ല എന്ന് പറയുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നുമില്ല. എന്ന് സംഭവിച്ചതാണെങ്കിലും അത് വളരെ പ്രസക്തമാണ്, അത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുമാണ്. ഞാൻ പറയുന്നത് മാധ്യമങ്ങൾ വിചാരണ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. മാധ്യമങ്ങൾ ഒരു കംപ്ലൈന്റും കൊണ്ടുവരുന്ന ആളെ ഒരു നിയമത്തിന്റെ ഒരു രീതിയുണ്ട്. അതിന് മുന്നേ തന്നെ നമ്മൾ കല്ലെറിയുന്ന ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ടോ എന്ന് 2 ദിവസമായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക്
തോന്നിയിട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഇതൊരു ഒരു മുൾക്കിരീടമാണ് എന്ന് ഒരു പക്ഷെ അമ്മയുടെ നേതൃത്വത്തിന് തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ വേണ്ട രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കൂട്ടരാജിയിലേക്ക് ഇത് എത്തിയത് എന്ന് പ്രൈമറിലി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. അല്ല, മാധ്യമങ്ങൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഒരു 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 നടി സിനിമാ രംഗത്ത് തൻ്റെ കഴിവ് പ്രകടിപ്പിക്കണം, രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നടി ഒരു പരാതി പറയുന്നു, അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നു, അത് അടുത്ത ദിവസം പരാതിയായി മാറുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, മിനു ഒക്കെ ഇന്ന് കൂട്ടപരാതിയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ബംഗാളി നടി ശ്രീലേഖ മിത്ര നൽകിയ പരാതി, അവർക്ക് പരാതിയായി രേഖാമൂലം തന്നെ രഞ്ജിത്തിനെതിരെ നൽകിയിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലേ ചെയ്യേണ്ടത് മാധ്യമങ്ങൾ? അത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ മാധ്യമങ്ങളെയും അടച്ച് ആക്ഷേപിച്ച് പറയുന്നതല്ല. പക്ഷേ കുറച്ച് ജഡ്ജ്മെന്റലായി പോകുന്നുണ്ടോ എന്നാണ് ഞാൻ പറയുന്നത്. കുറച്ചൊരു പ്രജുഡിസ്ഡ് മനോഭാവം മാധ്യമങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ 2-3 ദിവസങ്ങളിൽ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാനൊരു മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല. എല്ലാ പരാതികളും മുഖവിലക്ക് എടുക്കേണ്ടതാണ്, എല്ലാ പരാതികളും അന്വേഷിക്കേണ്ടതാണ്. അതിന് കൃത്യമായ ഒരു പരാതി പോലീസിൽ കൊടുക്കാതെ തന്നെ അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായവുമാണ് എനിക്ക്. പക്ഷേ ഇതിന്റെ നിജസ്ഥിതികളെ ഇന്നലെ തന്നെ ഞാൻ പല മാധ്യമങ്ങളിലും നമ്മൾ പരാതിയുമായിട്ട് വന്ന ആൾക്കാരെ ക്രോസ് ചെക്ക് ചെയ്യുന്നതും ഞാൻ കണ്ടു. അതും മാധ്യമങ്ങൾ ചെയ്യേണ്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പരാതി കൊണ്ടുവന്ന ഒരാളെ ക്രോസ് ചെക്ക് ചെയ്യുന്നതും മാധ്യമങ്ങൾ ചെയ്യേണ്ടതല്ല. അത് നിയമത്തിന്റെ വശത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. മാധ്യമങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഒരാളുടെ വെളിപ്പെടുത്തലുകൾ ജഡ്ജ്മെന്റൽ അല്ലാതെ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. അതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും അത് വിധി പ്രസ്താവിക്കേണ്ടത് മാധ്യമങ്ങളൊന്നുമല്ല. വിധി നടത്തേണ്ടതും ശിക്ഷ നടപ്പാക്കേണ്ടതും ഒന്നും മാധ്യമങ്ങളുടെ ചുമതലയല്ല. അവരത് അർഹിക്കുന്നുമില്ല, അവർക്കതിന് അധികാരമില്ല എന്ന് തന്നെ കാണണം. പക്ഷേ ഒരു നടി ഇപ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ നടിയായിരിക്കും, അല്ലെങ്കിൽ സിനിമയിൽ അത്ര താരമായി മാറിയിട്ടില്ലാത്തൊരു നടിയായിരിക്കും. അവർ പറയുന്ന ഒരു കാര്യത്തിന് അതുപോലൊരു ബലം കൊടുക്കേണ്ടതല്ലേ? അവർക്കൊരു പക്ഷേ പറയാനൊരു മാധ്യമം, അവരുടെ ഒരു മാധ്യമം വേണമല്ലോ, അവർക്ക് മുന്നിൽ ഒരു മൈക്ക് എത്തണമല്ലോ അവർക്ക് പറയാൻ. തീർച്ചയായിട്ടും ഞാൻ അത് കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നു. അത് ആരാണെങ്കിലും, അതൊരു വലിയ നായികയാണെങ്കിലും ചെറിയ നായികയാണെങ്കിലും ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും അവനവന് സുരക്ഷിതമല്ലാത്ത ഒരു തൊഴിലിടത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ഉള്ള ഊർജം ഹേമ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ഒരിക്കലും മലയാള സിനിമയിലുള്ള ഈ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ള യാതൊരുവിധ പേടിയുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാണ്, നമ്മൾ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാണ്. നമ്മൾ മലയാള സിനിമയിലെ കോണ്ടന്റ് എത്രത്തോളം ലോകം ആഘോഷിക്കുന്നു അതുപോലെ തന്നെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മലയാള സിനിമയാണ്, ഒരു തൊഴിലിടമാണ് നമുക്കുള്ളത് എന്ന് നാളെ നമ്മൾ ആഘോഷിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം ഒരു മൂവ്മെന്റും വളരെ അപ്രിഷിയേറ്റിംഗ് ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡയറക്ട്ലി കരി വാരി എറിയുന്ന സമയത്ത് സംഭവിക്കാവുന്ന ചില കൊളാറ്ററൽ ഡാമേജസ് ഉണ്ട്. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്തത്. ശരി, വളരെ നന്ദി. വളരെ വിശദമായി സംസാരിച്ചതിന് ഫറാ ഷിബില, കേരള വിഷൻ ന്യൂസുമായി സഹകരിച്ചത്. നമുക്ക്